ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് അന്നോടല്ലേ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞത്. പോയിക്കോ, വന്ന പോയിക്കോ. പോയിക്കോളാന്ന് പറഞ്ഞത്. ഞാൻ എന്തിനു പോണം? ഇത് എന്റെ കൂടി വീടല്ലേ, എനിക്കും ഇവിടെ അവകാശമുണ്ട്. ഞാൻ അങ്ങനെ പോകാനല്ലേ? അവകാശമൊക്കെ പിന്നെ പറയാ. ഇതിപ്പോ പോയിക്കോ, എനിക്ക് എല്ലാത്തിനും ചൂടാണ്ട്. പോയിക്കോ. ഞാൻ എവിടെയും പോകില്ല. എനിക്ക് പൈസ വേണം. പൈസ തന്നേ ഞാൻ പോവുള്ളൂ. അമ്മേ, ഓനെന്താ ഇന്നും വന്നിട്ട് MDA അടിച്ചിട്ട് അച്ഛനായിട്ട് അവിടെ ബഹളം വെക്കുന്നുണ്ടല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇന്നവിടെ പുറത്താക്കിട്ട് ഈ സുഖമായി ജീവിക്കേണ്ട അടുത്താണ്ടടാ. ചേലക്കണ്ട പോണാ. ഈ കോമ്പൗണ്ടിലെ കാലുത്തിയാലേ എന്റെ മറ്റൊരു മോരി കാണും. അടുത്ത വീട്ടിൽ ഒരു ബഹളം കേൾക്കുന്നില്ല മോനെ. ഒന്ന് നീ പോയി ചെന്ന് നോക്ക്. എന്താ പ്രശ്നം? എന്ത് പറയാനാ ദിനേശേട്ടാ, MDA അടിച്ച് വന്നിരിക്കുന്നുണ്ടില്ലേ. ഇവിടെ അച്ഛനും അമ്മക്കും തന്നെ ഒരു സ്വൈര്യമില്ല. ഞാൻ തന്നെ ഇവിടുന്ന് വീട് മാറി പോയാന്ന് വിചാരിക്കാം. എന്തിനു പറയുന്നു, ഭാര്യ മക്കൾ ഓലെ വീട്ടില. ഇവരെ കൊണ്ടുള്ള ഒരു ശല്യം വല്ലാത്തൊരു ശല്യം തന്നെയാണ്. നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ടാത്ത അവസ്ഥയെ. സതീശയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അവനെ രമേശനെ ഏതെങ്കിലും ഡോക്ടറായിട്ട് കൊണ്ട് കാണിക്കും. അല്ലാതെ ഇവിടെ ഉണ്ടല്ലോ, അടുത്തുള്ള വീട്ടുകാർക്ക് കിടക്കാൻ ഉറങ്ങാൻ സൂര്യ ഇല്ലാണ്ടാക്കി എങ്ങനെയാ? ഇവിടെ കിടന്നുറങ്ങണ്ടേ? നമ്മളെ മക്കളിത് നോക്കിയിട്ടല്ലേ പഠിക്കുക. അവര് വളർന്നു വരുമ്പോൾ അങ്ങനെ തന്നെ ആയി വരിക. അന്നേരം അവനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കും. അല്ലാത്തൊരു വലിയ ശല്യം തീരുന്നു. ഞങ്ങൾ തന്നെ അവിടെ വിറ്റ് പോകണമെന്ന് വിചാരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഷോപ്പിൽ സാധനം മേടിക്കാൻ പോയതാ. അന്നേരമാണ് രമേശിന്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടത്. കണ്ടോളുണ്ടോ? എന്താ പ്രശ്നം? ഞാൻ വെള്ളം കൊടുത്ത പൈസ ഇല്ല. പൈസ ഇല്ല. ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. അത് നമ്മളെ സതീശന്റെ അനിയനാ. ഓപ്പൻ ലഹരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ MDMA ഒക്കെ ഉപയോഗിക്കുന്നു തോന്നുന്നു. വീട്ടിൽ അതിന്റെ ഒരു സ്വൈര്യം ഇല്ല. എനിക്കൊരു സോപ്പ് തരി, അതിന്റെ പൈസ ഞാൻ തരാം കേട്ടോ. ശരിയാ ശരിയാ. ദിനേശ, എന്റെ മോൻ എന്ത് നല്ലോണം പഠിക്കുന്ന മോനെ. ഇപ്പൊ കുറെ കച്ചറന്റെ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അന്നൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന കാലം നോക്കുമ്പോ അന്നോടല്ലടാ പറഞ്ഞ ഇവിടെ ഇരിക്കരുത്. ഇറങ്ങി പോണവിടുന്ന്. ഞാൻ തിരിച്ചു വരൂ.
രമേശാ ആ എന്താ ദിനേശാ അവിടെ വണ്ടി രമേശന്റെ കിടക്കുന്നു. രമേശന്റെ അവിടെ വീണ് കിടക്കുന്നു. എന്താ വെച്ചാ മോനെ മോനെ രമേശ മോനെ. നീ അവിടെ മോൻ എന്താ രമേശ കളിക്കുന്നത്? നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഒരു ഓട്ടോ ഹോസ്പിറ്റലിൽ വിളിക്കണം. കൊണ്ടുപോകാം. ഓട്ടോ 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 വിളിച്ചിട്ട് ഈ ഒരു ഓട്ടോ വിളിച്ചു പോ. ഓട്ടോ ദിനേശാ ആ എവിടെ പോണേ? ഞാൻ ടൗണിൽ പോവാ. രമേശൻ എങ്ങനെയുണ്ട്? ഇപ്പം ശരിയായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഇത് വരും. ഡോക്ടർമാർ നല്ല പൊസിഷനാണ് പറയുന്നത്. ആണല്ലേ? ആ ഒന്ന് ശരിയായി കിട്ടിയാ മതി അല്ലേ? ആ വിചാരിക്കുന്നെ. രമേശ 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 ഈ വൃത്തിയെട്ടാന്നാണ് എന്റെ മോനിക്ക് ഇടക്കത്തിലാക്കിയത്. ഒന്നും പറയണ്ട, വേണ്ടാത്ത എന്തെല്ലാക്കോ പൊടിയോ എന്തെല്ലാക്കോ കൊണ്ട് ഓനെ കൊണ്ട് പച്ചക്ക് നാട്ടി ചെയ്യുന്നു. ഇഷ്ടല്ല. എടാ ഒരു അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓടാ പുറത്ത്. ഓടാ. എന്തൊക്കെയാ രമേശ? ദിനേശേട്ടാ സുഖം തന്നെ? ഓ സുഖം തന്നെ. എന്റെ രമേശിന്റെ കാര്യം എന്താ? ഈശ്വരൻ സഹായിച്ചിട്ട് ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട്. ആണോ? ഇത് നല്ല വരട്ടെ. നോക്കാം. ശരി, ഞാൻ പോട്ടെ. ആ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം വരും തലമുറയെ നാശത്തിൻ്റെ പടുകുഴിയിലേക്കാണ് തള്ളിവിടുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളെ ഒറ്റപ്പെടുത്തി നല്ലൊരു നാളേക്കായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് കൈകോർക്കാം.